ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ ഫ്രോക്കിൻ്റെ മേക്കിംഗ് ഡീറ്റെയിൽസ് കണ്ടാലോ. അപ്പോൾ ഞാനിവിടെ 50 മീറ്റർ ഫാബ്രിക്കിൻ്റെ ഒരു ബണ്ടിലാണ് കേട്ടോ പൊളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫാബ്രിക് ഒന്നും എവിടെയും തികഞ്ഞിട്ടില്ല. വീണ്ടും ഞാൻ ഫാബ്രിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം. UAE-ലുള്ളൊരു കസ്റ്റമറാണ് ഈ ഒരു ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടായത്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ റെഡ് ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേക്കിംഗ് ഡീറ്റെയിൽസും നമ്മൾ ഷോർട്സായിട്ടും റീൽസായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടാണ് ഈ കസ്റ്റമർ കൺഫേം ചെയ്തിട്ടുണ്ടായത്. അവർക്ക് ഓഫ് വൈറ്റിലാണ് ഈ ഒരു ഫ്ലവർ ഫ്രോക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് റെഫറൻസ് പിക്കും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ കൺഫേം ചെയ്തു. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. നമ്മളിനി ഫാബ്രിക്സ് കട്ട് ചെയ്യാം കേട്ടോ. ഓൾറെഡി റെഡ് ഫ്രോക്ക് ഞാൻ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ഈസി ആയിരുന്നു. കാരണം ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന നമ്മളൊരു കട്ടിങ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആയതുകൊണ്ട്. അപ്പോൾ ഇതിലെനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ 50 മീറ്റർ നെറ്റ് ഫാബ്രിക്കാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അത് 3 മീറ്റർ ആയിട്ടുള്ള ഇങ്ങനെ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ 3 മീറ്റർ വരുന്ന ഫാബ്രിക്സും ഞാനിങ്ങനെ 6 ഇഞ്ചസ് വരുന്ന ലെങ്ത്ത് വരുന്ന പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്കിൽ ഫ്ലവർ മേക്കിംഗ് ആണ് ഏറ്റവും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് സെറ്റ് ചെയ്യുക എന്നുള്ളത്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഇതിൽ ഫ്ലവേഴ്സ് ഞാനിവിടെ 6 ഇഞ്ചസ് വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 50 മീറ്റർ ഫാബ്രിക്സ് കട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ധാരണയായി ഫ്ലവേഴ്സൊന്നും ഇവിടെ തേയില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ എന്തായാലും ഫാബ്രിക്സ് വീണ്ടും വാങ്ങേണ്ടതുകൊണ്ട് ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ 3 മീറ്റർ വരുന്ന 3 ലെയേഴ്സായിട്ടാണ് കേട്ടോ ഈ ഒരു പീസ് 6 ഇഞ്ചസിൻ്റെ 3 പീസുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടാണ് നമ്മൾ ലെയേഴ്സായിട്ട് വെച്ചിട്ടാണ് ഇതുപോലെ ഹാൻഡ് ഗ്യാദേഴ്സ് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഫ്രില്ല് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് മേക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ ഫസ്റ്റ് റെഡ് ഫ്രോക്ക് ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് പാറ്റേൺസ് ഫ്ലവേഴ്സ് ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഫിനിഷിങ് ആ ഒരു ലുക്കിലേക്ക് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ, കാരണം കസ്റ്റമർ അതിൻ്റെ റെഫറൻസും വീഡിയോസൊക്കെ ആണല്ലോ നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഇത്രയും ഫ്ലവേഴ്സ് ഇവിടെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെയല്ല, കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലുക്കിലാണ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ വരുന്നുണ്ടായത്. അപ്പം ഫ്ലവേഴ്സ് ആക്കുന്ന സമയത്ത് തന്നെ ഞാൻ നെറ്റ് ഫാബ്രിക്കിലേക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിനി എത്ര മെറ്റീരിയൽ വേണം എന്നുള്ളതും പിന്നെ ഫ്ലവേഴ്സൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തിട്ട് ആവുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫാബ്രിക്സിൽ നെറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ നമ്മൾ ബേസ് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ നെറ്റ് ഫാബ്രിക്കിൽ വെച്ച് കൊടുക്കുന്നത്. കാരണം ലാസ്റ്റ് റെഡ് ഫ്രോക്ക് ചെയ്ത സമയത്ത് ഇങ്ങനെ ഞാൻ നിലത്തിങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ നെറ്റ് ഫാബ്രിക്കിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ച സമയത്ത് നിലത്തൊക്കെ പറ്റിപ്പിടിച്ച് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ തിരിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് ജസ്റ്റ് എനിക്കൊന്ന് സെറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളൂ ഗമ്മ്. പിന്നെ നമ്മളെന്തായാലും ഹാൻഡ് സ്റ്റിച്ചൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എത്ര ഫ്ലവേഴ്സ് ഇനി വേണ്ടി വരും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് ഏകദേശം മെറ്റീരിയൽസ് മനസ്സിലായാൽ പിന്നെ വാങ്ങാമല്ലോ. അങ്ങനെ വീണ്ടും ഞാൻ 20 മീറ്റേഴ്സോളം നെറ്റ് ഫാബ്രിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ 7 ഇയേഴ്സ് ബേബിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ബോഡി പാർട്സൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. 1 ഇയർ ബേബിക്കാണെങ്കിൽ ഞാൻ സ്പെഷ്യൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു 20 ചെസ്റ്റ് 20 വേസ്റ്റ് ആ ഒരു രീതിയിലാണ് വരിക. ഇത് 7 ഇയർ ബേബിക്കാണ്ട് ഈ ഒരു ലെങ്തിലാണ് വരിക. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാറ്റേൺസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ബാക്ക് സൈഡ് ഈ ഒരു ഷേപ്പിലൊക്കെ വരണമല്ലോ. അപ്പോൾ നമ്മൾ പാറ്റേൺസൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതിലെനിക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇത് വേഗം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, കാരണം ഒന്ന് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ബാക്ക് സൈഡ് ഇതുപോലെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ ഹോൾട്ടർ നെക്കാണ് വരുന്നത്. അതിന് വേണ്ടി ഫാബ്രിക്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബേസായിട്ട് നമ്മൾ സാറ്റിൻ ഫാബ്രിക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. റെഫറൻസ് പിക്കിലും അതിൽ സാറ്റിൻ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുണ്ടായത്. പിന്നെ ഇതിൽ ബാക്ക് സൈഡിൽ ഇതുപോലെ 4 പീസ് അങ്ങനെ ഇതുപോലെ വരുന്നുണ്ട്. നമ്മൾ ദിലീപിൻ്റെ സിനിമയിലൊക്കെ പറഞ്ഞ ജനലും അതിലൊക്കെ വെച്ചിട്ടുള്ളൊരു മോഡലാണ്. പിന്നെ ബോട്ടം പാർട്ടിലേക്ക് വരുന്നത് നെറ്റ് ഫാബ്രിക്കാണ് ഞാൻ ബേസായിട്ട് എടുത്തിട്ടുള്ളത്. എനിക്ക്
ഒരു സ്കേർട്ട് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് സ്കേർട്ടും പിന്നെ ഈ ഒരു ഗൗണിൻ്റെ മുകളിൽ ഈ ഫ്ലവേഴ്സിൻ്റെ ഒരു സ്കേർട്ടിങ് വരുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെറ്റ് ഫാബ്രിക്കിൻ്റെ ഇത് കാണിക്കുക, ഇത് ബാക്ക് സൈഡിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഒരു ടെയിൽ പോലെ ഒരു ഓവർലാപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന രീതിയിലാണല്ലോ വരുന്നത്. അപ്പോൾ അത് ഒരു ലൈനല്ല, അതിനേക്കാളും കുറച്ചും കൂടെ ഒരു സെമി സർക്കിൾ ആ ഒരു ഒരു ഇതിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ടെയിലിൻ്റെ ഭാഗത്തേക്ക് എക്സ്ട്രാ ഫാബ്രിക്സും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടെ ഞാൻ 7 ഇയർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ താഴത്തേക്ക് കുറച്ചും കൂടി വീതിയിൽ ഫാബ്രിക്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മളെ ഗൗൺ ഞാൻ പറഞ്ഞല്ലോ, സാറ്റിന് ഫുള്ളായിട്ട് ഗൗണും പിന്നെ നെറ്റിലേക്കാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു സ്കേർട്ട് സെപ്പറേറ്റ് ആയിട്ട്, അതാകുമ്പോൾ നമുക്ക് 2 രീതിയിലും സെറ്റ് ചെയ്തെടുക്കാമെന്നുള്ള വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ വെയർ ചെയ്യാനും എളുപ്പമായിരിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ സാറ്റിനിൽ ചെറിയൊരു കട്ടിങ്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഇൻസൈഡേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ കാണില്ല, അതിൻ്റെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ സ്കേർട്ടിങ് കൂടി വരുന്നതുകൊണ്ട് പിന്നെ നമ്മളത്രയും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇത്. കാരണം 18 ഇഞ്ചോളം എക്സ്ട്രാ ആ ഒരു ഓവർലാപ്പായിട്ട് വരുന്ന ടെയിൽ പോലെ വരുന്ന ഭാഗത്തേക്ക് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ബാക്കിലേക്കുള്ള കട്ടിങ്സ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്കുള്ള ഇത് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റിച്ചിങ് ചെയ്യുന്ന വീഡിയോസ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഇതൊക്കെ നമ്മൾ എന്തായാലും കുറച്ചൊരു സ്റ്റിച്ചിങ്ങും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് അറിയണമെന്ന് ആൾക്കാരായിരിക്കും ഇതൊക്കെ കാണുന്നുണ്ടാവും. എന്തായാലും ബേസിക് ആയിട്ടുള്ളവർക്ക് എന്തായാലും ഈ വീഡിയോസ് കണ്ടിട്ട് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. എന്തായാലും കുറച്ചൊക്കെ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് നമ്മളൊരു ഐഡിയാസ് കിട്ടിയാൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നവർക്കായിരിക്കും കേട്ടോ ഈ വീഡിയോസൊക്കെ ഉപകാരപ്പെടുക. ഇപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് സ്റ്റിച്ചിങ് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം. കാരണം നെക്സ്റ്റ് നമുക്ക് ഇതുപോലത്തെ ഫ്രോക്സൊക്കെ ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ഇത് ഞാനിപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ്റെ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇതുപോലെ നമ്മൾ ഓരോ പോർഷനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഞാനതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഫാബ്രിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലെങ്ത് ആയാലും വിഡ്ത്ത് ആയാലും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും സീയും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എന്തായാലും പോകാറുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ എക്സ്ട്രാ പിന്നെ ഓരോ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ടാപ്പ് യൂസ് ചെയ്തിട്ട് നോക്കാറുണ്ട് മെഷർമെൻറ്റ്. പിന്നെ ഇതിൽ നമ്മൾ കസ്റ്റമർ മെഷർമെൻറ്റ് തന്നിട്ടില്ല, കാരണം സ്റ്റാൻഡേർഡ് സൈസിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഡെമ്മിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ടൈമിലും ഈ ഓരോ നെക്കായാലും വേസ്റ്റ് ആയാലും ഒക്കെ നമ്മൾ ഓരോ ടൈമിലും ചെയ്തിട്ടാണ് കേട്ടോ അതുകൊണ്ട് ചെയ്തിട്ടുണ്ടായത്. ഡെമ്മി ഉണ്ടായത് ഭാഗ്യം എന്ന് പറയാം. പിന്നെ നമ്മൾ ആദ്യം ഞാൻ മെയിൻ ഫാബ്രിക്കിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ലൈനിങ്ങിലേക്കും കൂടെ കവർ ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രേപ്പ് ഫാബ്രിക്കാണ് കേട്ടോ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നോർമൽ ഗൗണിലേക്ക് ഉള്ള ആ ഒരു രീതിയിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ വൺ സൈഡ് ഞാൻ ബാക്ക് സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയില്ല, അപ്പോൾ ആ ഇൻസൈഡിലേക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും. പിന്നെ ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും ഒന്ന് സെറ്റായിട്ട് വന്നോളും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതർ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, 2-3 കൊല്ലമായിട്ടോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട്. പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ മടി കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ നോക്കാം, ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ ബാക്ക് സൈഡിലേക്കുള്ള 2 സൈഡും നമ്മളിനി സിബ് വെക്കേണ്ടതാണ്. അപ്പം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കും അതുപോലെ തന്നെ സിബിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോഡി പാർട്ട് ഫ്രണ്ട് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ നെക്കിൻ്റെ അവിടെ ഒന്നും സ്റ്റിച്ച് ചെയ്തില്ല, നമ്മൾ ആം ഹോളും നമ്മൾ ബോഡി പോർഷനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റാണ് കേട്ടോ ഞാൻ നമ്മൾ നെക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നെക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്ക് 2 പ്രാവശ്യം മാറ്റി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം ഞാൻ 1.5 ഇഞ്ചിൻ്റെ വീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പം ആ റെഫറൻസ് പിക്ക് നോക്കിയ സമയത്ത് അവിടെ കുറച്ച് വീതി ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു നെക്കിന്, നമ്മൾ ആ ഒരു കോളർ പോർഷൻ. അപ്പോൾ വീണ്ടും ഞാൻ 2 ഇഞ്ചിലേക്ക് തന്നെ എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഈവനിങ് ആകെ പിറ്റേ ദിവസമാണ് കേട്ടോ, എനിക്കൊന്ന് 2-3 ഡേയ്സ് എടുത്തിട്ടുണ്ട് ഈ ഫ്ലവേഴ്സും ഈ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് ഒന്ന് സെറ്റ് ആവുകയാണല്ലോ, ഗമ്മൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്കുള്ള പീസാണ് കേട്ടോ ഇത്.
അപ്പോൾ ഞാൻ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഓരോന്നും സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും ഒന്ന് വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ഗ്യാപ്പിലെടുത്തിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്, കാരണം നമ്മൾ ഡ്രസ്സ് നമ്മളിങ്ങനെ നിലത്ത് ഇടിച്ചിട്ടിട്ടാകുമ്പോൾ ചിലപ്പം ഫ്ലവേഴ്സൊക്കെ നല്ല വിടർന്നിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഡമ്മിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വേറെ സമയത്ത് ചിലപ്പം ഗ്യാപ്പ്, എനിക്ക് ആ റെഡ് ഫ്രോക്ക് ചെയ്ത സമയത്ത് അങ്ങനെ ഒരുപാട് ആ ഒരു ഫ്രോക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ വെയർ ചെയ്തിട്ടായാലും ഡമ്മിലൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലവേഴ്സ് ആ ഗ്യാപ്പ് വരുന്നുണ്ടോ, എന്നാലും ചെറിയ ഗ്യാപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫൈനൽ ലുക്കിലേക്ക് അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ, ഇതൊക്കെ നമ്മളത്രയും ടൈം ലാപ്സിൽ എടുത്തുകൊണ്ടാണ് ഇത്രയും സ്പീഡ് എടുത്തുകൊണ്ടൊക്കെ നല്ല ടൈം എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായ പ്രോസസ്സാണ് ഈ ഹാൻഡ് സ്റ്റിച്ചിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കുള്ളത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിസ്റ്ററിന് വന്നപ്പോൾ സിസ്റ്ററിനും കൊടുത്തതാണ് കേട്ടോ പണി. അപ്പോൾ ആളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്, ഓരോ പോർഷൻ ഇങ്ങനെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ അതിൻ്റെ ഇടയിൽ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്നത്. കാണുമ്പം വളരെ ചെറുതാണ്, പക്ഷേ നല്ല സൈസ് ഉണ്ട് കേട്ടോ. 7 ഇയർ ബേബിൻ്റെ ഫ്രോക്കാണ്. എന്നിട്ടും ഗ്യാപ്സൊക്കെ വരുന്നുണ്ടായിട്ടോ നമ്മൾ ഫൈനലിലേക്ക് വരുന്ന സമയത്ത്. പിന്നെ അതൊക്കെ നമ്മൾ ഇവിടെ രണ്ടാമതും ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഡമ്മിൽ ഒരു 4 പ്രാവശ്യം ഒരു നമ്മൾ ബോഡി പോർഷൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡമ്മിൽ വെച്ചിട്ടാണ് ഇതൊക്കെ നോക്കുന്നുണ്ടായത്. ഞാനും ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഗ്യാപ്സൊക്കെ കാണുന്നത് പിന്നെയും ഫ്ലവേഴ്സ് വെച്ച് അങ്ങനെയൊക്കെയായിട്ട് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടായത്. കാരണം നമുക്ക് എത്ര ചെയ്താലും അതൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെയാണ്. കാരണം ആ ഫ്ലവേഴ്സ് കറക്റ്റായിട്ട് നിൽക്കില്ല, ഈ ഫ്ലവേഴ്സ് കറക്റ്റായിട്ട് നിൽക്കില്ല, പിന്നെയും മാറ്റി അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ബോഡിയും നമ്മൾ ബോട്ടം പാർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആ ഒരു ഫൈനൽ ലുക്ക് സ്കേർട്ടിങ്ങിൻ്റെത് വരുന്നത്. പിന്നെ നമ്മൾ സിബും കൂടെ അറ്റാച്ച് ചെയ്ത് ഫുൾ സിബാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ സൈസ് കറക്റ്റ് അല്ല, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി ഫുൾ സിബ് വെച്ചാലേ നമുക്ക് ശരിയാവുള്ളൂ. അപ്പോൾ ഫുൾ സിബ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫുൾ സിബ് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോയിൻ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു പോർഷനാണ് കറക്റ്റായിട്ട് വരേണ്ടത്. പിന്നെ ബാക്കിയുള്ള സൈഡ് മുകളിലേക്കായാലും താഴേക്കായാലും നമുക്ക് കറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ശരിയാക്കാം. ഈ ഒരു പോർഷൻ നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരേണ്ടത് ഈ ഒരു നമ്മൾ ആ ഒരു കട്ടിങ്സ് ബോഡി പാർട്ടിലേക്കും വേസ്റ്റിൻ്റെ ഭാഗത്ത് ആ ഒരു കട്ടിങ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് നമ്മൾ സിബും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് നമ്മൾ ലൈനിങ്സൊക്കെ ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. പിന്നെ ബോട്ടം പാർട്ടിൽ സിബൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ഒരുപാട് ആൾക്കാരെപ്പം ചോദിക്കാറുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ ഡമ്മിയിലിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും സമാധാനമില്ലാത്ത കാര്യമാണ് ഓരോ സ്റ്റിച്ച് കഴിഞ്ഞാലും ഡമ്മിയിലിടുക എന്നുള്ളത്. അപ്പം ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ വരുന്നുണ്ട്, ബാക്ക് സൈഡിൽ കുറച്ചും കൂടെ അങ്ങനത്തെ ഉണ്ടോ ആ ഒരു ടെയിൽ പോർഷൻ ആ ഒരു ഇതിൽ വരുന്നുണ്ട്. വീഡിയോ ഒരു ആ ഒരു ടൈം ആയിന് കേട്ടോ, ബാങ്ക് കൊടുക്കാനൊക്കെ ആയ ടൈം ആയിന്. അപ്പോൾ വീഡിയോ വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻസൊക്കെ ഞാൻ പിന്നെ നെയ്റ്റിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതിൽ ബോട്ടം പാർട്ടായാലൊക്കെ നമ്മൾ പിന്നെയും വീണ്ടും ക്ലോസ് ചെയ്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ സിബിൻ്റെ പോർഷൻ നമ്മൾ ആ ഒരു ബോഡിയിൽ നിന്ന് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. കാരണം ലൈനിങ്സ് നമ്മൾ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യും, ബോഡി പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്യും. പിന്നെ അത് രണ്ടും കൂട്ടിയിട്ട് ആ ഒരു പോർഷൻ കവർ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രോക്കിൻ്റെ അല്ലെങ്കിൽ ഗൗണിൻ്റെ ഒക്കെ ഇൻസൈഡ് നോക്കുമ്പോൾ സ്റ്റിച്ചിങ് ഒന്നും ഉണ്ടാവില്ല. സിബ് വെച്ചാലും സിബിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്സും ഒന്നും കാണില്ല, ഫുള്ളി കവർ ചെയ്തിട്ടുണ്ടാവും. എത്ര ഹെവി ആയിട്ടുള്ള ഫ്രോക്കായാലും നമുക്ക് ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ റീൽസിലും ഷോർട്സിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകുന്നുള്ള ഫ്രോക്കിൻ്റെ ഒക്കെ ഇൻസൈഡ് ലുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബോഡി പാർട്ടിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. കാരണം ഫ്രണ്ട് പോർഷനിൽ ഞാൻ കവർ ചെയ്തിട്ടും ഇതുണ്ടോ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് കവർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്കും ആ ഒരു ലൈനിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. സംഭവമൊക്കെ ഈസിയാണ്, നമുക്ക് ആ ഒരു ടെക്നിക്സ് കിട്ടിയാൽ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇതറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽ ഇതിപ്പോൾ നെയ്റ്റിലൊക്കെ എടുത്തുകൊണ്ട് വീഡിയോ ഒന്നും ഇട്ടും ക്ലിയർ ഇല്ല. അപ്പം ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ വൈറ്റ് തന്നെ ആയതുകൊണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും കൂടി വരുന്നുണ്ട്. ചിലപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല വരുമ്പോൾ. വേറെ ഏതെങ്കിലും കളേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ത്രെഡൊക്കെ വേറെ കളേഴ്സൊക്കെ ചെയ്തിട്ടെടുക്കുമ്പോൾ
അപ്പോൾ അതിനുമായിട്ടായിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആവശ്യമുള്ളവർ. പഴയ വീഡിയോസിലൊക്കെ 2 ഇയേഴ്സ് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊന്നും ഒട്ടും നമ്മൾ വ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഫുൾ മടിയായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾക്കും ഉണ്ടാവും ഇഷ്ടം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനും. അപ്പം ഈ ഒരു ഇതിൽ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നെയ്റ്റ് ആയതുകൊണ്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും അധികം ചെയ്യാനുണ്ടാവില്ല, മക്കളെ പഠിപ്പിക്കാനുള്ള ടൈമിങ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നെയ്റ്റിലെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് മോർണിംഗിലാണ് വന്നിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഇതാണ് കേട്ടോ, നമ്മൾ ഗൗണ് എൻ്റെ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. സ്കേർട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അവർ. പിന്നെ നമ്മൾ ഈ ഒരു ലുക്കിലാണ് സ്കേർട്ടിങ് വരുന്നത്. എങ്ങനെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്, കാരണം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫിനിഷിങ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡമ്മിലിട്ട സമയത്ത് പിന്നെയും കുറച്ച് ഗ്യാപ്സൊക്കെ വന്നിട്ടുണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഗം ചെയ്തിട്ടുള്ള ആ ഒരു നമ്മൾ നിലത്ത് വെക്കുന്ന ആ ഒരു ഫിനിഷിങ് ഞാൻ പറഞ്ഞില്ലേ, ഹാങ് ചെയ്ത് നമ്മൾ വേറെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഗ്യാപ്സൊക്കെ വരുന്നുണ്ടായി. അപ്പം വീണ്ടും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് പിക്കൊക്കെ ആയ സമയത്ത് ഞാൻ കസ്റ്റമർ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുമല്ലോ, ഈവൻ വീഡിയോ കോളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം കസ്റ്റമർ ഒരു വീലും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു വീല് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫ്രോക്കിൻ്റെ ഗൗണിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് മഴ ആയതുകൊണ്ടും പിന്നെ സ്ഥലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എപ്പോഴോ ഒന്ന് വെയിലുദിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇത്. അപ്പോൾ ഇതിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ബിഗ് സൈസിലൊരു ബോയും കൂടെ നമ്മൾ ആ ഒരു ഷോൾഡറിൽ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ. അപ്പോൾ അതൊക്കെ കൂടി സെറ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെയും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഇതുണ്ടാവും, ഈ ഒരു സൈഡിലൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യം വെക്കുന്ന പോലെ പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഹാങ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് വെക്കുന്ന വേഗം ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട്, വേഗം അല്ല എന്നാലും ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വേഗം പാക്ക് ചെയ്തിട്ട് അയക്കാണ്ട് ചെയ്ത്. കാരണം നമ്മൾ ഫോട്ടോസും വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിന് ഒരുപാട് സമയം സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.